കണ്ണൂർ കോർപ്പറേഷന്റെ മലിനജല ശുദ്ധീകരണ പദ്ധതി നിർമ്മാണ ടെൻഡർ റദ്ദാക്കി. ടെൻഡർ നടപടികൾ സുതാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി അമൃത് പവർ ഹൈപ്പവർ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത്. ടെൻഡർ നൽകിയതിൽ അഴിമതി നടന്നുവെന്ന് CPM ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നടപടി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് ടെൻഡർ റദ്ദാക്കിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മേയർ മുസ്ലിഹ് മഠത്തിൽ പറഞ്ഞു. മരക്കാർകണ്ടിയിൽ 140 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മലിനജല ശുദ്ധീകരണ പദ്ധതിയുടെ ടെൻഡറാണ് അമൃത് ഹൈപ്പവർ കമ്മിറ്റി റദ്ദാക്കിയത്. ഹൈദരാബാദ് ആസ്ഥാനമായ ജോയിന്റ് വെഞ്ചർ കമ്പനിക്ക് നൽകിയ ടെൻഡർ സുതാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റദ്ദാക്കൽ. കേരള വാട്ടർ അതോറിറ്റി വഴി പദ്ധതി നടപ്പാക്കുന്നതിന് തുടർ നടപടി ഉണ്ടാകണമെന്നും ഹൈപ്പവർ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. 40 കോടി രൂപ നിർമ്മാണ ചെലവ് കണക്കാക്കി വിളിച്ച ടെൻഡർ പിന്നീട് 140 കോടിയായി ഉയർത്തിയത് ചൂണ്ടിക്കാട്ടി CPM നേരത്തെ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. നിലവിലെ കമ്പനിക്ക് ടെൻഡർ ലഭിക്കാൻ നിബന്ധനകളിലടക്കം കോർപ്പറേഷൻ അധികൃതർ മാറ്റം വരുത്തിയെന്നും ആക്ഷേപമുണ്ട്. ഹൈപ്പവർ കമ്മിറ്റി സുതാര്യമല്ലെന്ന് പറഞ്ഞ് ടെൻഡർ റദ്ദാക്കിയത് UDFന് തലവേദനയാണ്. എന്നാൽ കമ്മിറ്റിയുടെ തീരുമാനം ഔദ്യോഗികമായി അറിയിക്കും മുൻപ് വാർത്ത വന്നത് ഗൂഢാലോചനയാണെന്നാണ് കോർപ്പറേഷൻ അധികൃതരുടെ വാദം. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുകയാണെന്നും മേയർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. KK രാഗേഷ് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ പറയുന്നത് കരാർ ഒരിക്കലും നടക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ സ്വാധീനം വെച്ചു ചോർത്തി, മിനിറ്റ്സ് ചോർത്തി അത് വാർത്താമാധ്യമങ്ങൾക്ക് കൊടുത്തു എന്നേ പറയാൻ കഴിയും. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ നിലവിലെ ഭരണസമിതിക്ക് പദ്ധതിയിൽ തുടർ നടപടി സ്വീകരിക്കുക അസാധ്യമാണ്. മീഡിയ 1 കണ്ണൂർ.